പരമ്പരാഗത വ്യവസായങ്ങളുടെ ഈറ്റില്ലമാണ് കൊല്ലമെന്നറിയാമല്ലോ. ആ കൊല്ലത്താണ് ഇക്കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലാളി സംഘടനകൾക്ക് ഏറെ വേരോട്ടമുള്ള ഈ മണ്ണിൽ കശുവണ്ടി തല്ലൽ ഒഴികെയുള്ള പരമ്പരാഗത വ്യവസായങ്ങൾ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. കൂലി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കയർ മേഖലയിൽ നിന്ന് ഉയരുമ്പോൾ ആഴക്കടൽ മണൽ ഖനനമടക്കമുള്ള ആശങ്ക പരിഹരിക്കണമെന്ന ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. കശുവണ്ടി തല്ലൽ, കയറുപിരിക്കൽ, മത്സ്യബന്ധനം പരമ്പരാഗത വ്യവസായങ്ങൾ ഏറെയുള്ള കൊല്ലത്ത് ഇക്കുറി തൊഴിലാളികളുടെ പാർട്ടിയായ CPIM-ന്റെ സംസ്ഥാന സമ്മേളനം എത്തുമ്പോൾ ആവേശം വാനോളം ഉയരുമെന്ന് ഉറപ്പ്. കുട്ടോടി ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ തല്ലുന്നവരും മെഷീൻ ഉപയോഗിച്ച് തല്ലുന്നവരുമുണ്ട്. 1 കിലോ തല്ലിയാൽ 55 രൂപയും DA ലഭിക്കും. ഒരു തൊഴിലാളി 15 കിലോയിലധികം തല്ലുമെന്നാണ് ഇവർ പറയുന്നത്. തങ്ങൾക്കിത് നല്ല കാലമാണെന്ന് തൊഴിലാളികൾ പറയുന്നു. നല്ല വിലയൊക്കെ കിട്ടുന്നുണ്ട്, നമുക്ക് മരുന്നൊക്കെ ഉണ്ട്, ജോലി ചെയ്ത അതിൻ്റെതായ കൂലിയൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ സർക്കാർ ഈ 10 വർഷം കൊണ്ട് നടത്തിയതിൽ പിന്നെ ആനുകൂല്യങ്ങളായാലും തോട്ടണ്ടി എടുത്ത് കശുവണ്ടി മേഖലയിൽ ജോലി ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ഈ കാഷ്യൂവിൻ്റെതായാലും കാപ്പെക്സിൻ്റെതായാലും 40 കമ്പനി നടക്കുന്നുണ്ട്. ഇത് നിലവിലിപ്പോൾ സ്ഥിരം നമുക്ക് നല്ല രീതിയിൽ ജോലി നടന്നുകൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറയുന്നത് നമുക്ക് തോട്ടണ്ടിയുടെ ലഭ്യത കുറവാണ്. അതിനുള്ള എന്തെങ്കിലും ഒരു നല്ല മാർഗം വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ പ്രോസസ്സിങ് ചെയ്ത് ഈ ജോലി കൊണ്ടുപോകാൻ നടക്കും. കയറുപിരിക്കുന്ന തൊഴിലാളികൾ മിനിമം വേതനം ഉറപ്പാക്കാൻ നടത്തിയ ഉജ്ജ്വല സമരത്തെക്കുറിച്ച് വയലാർ എഴുതിയത് നാം വായിച്ചിട്ടുണ്ട്. മിനിമം വേതനം ഉറപ്പാക്കാൻ ഓരോ തൊഴിലാളിക്കും സംസ്ഥാന സർക്കാർ 110 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇവരുടെ വേതനം 350 രൂപ മാത്രമാണ്. പാർട്ടിയുടെ പരിപാടിയൊക്കെ വലിയ സന്തോഷമാണ്. പക്ഷേ ഞങ്ങൾക്ക് വേല ചെയ്താൽ കൂലി വേണം. ഞങ്ങൾക്ക് ഇപ്പോൾ 240 രൂപ സംഘം തരും, 110 രൂപ സർക്കാർ തരും. അത് 110 രൂപ ഒരുപാട് താമസിച്ചാൽ കിട്ടുന്നത്. ഈ 240 രൂപ പോരാ, അധ്വാന ഭാരം കൂടുതല. ഞങ്ങൾക്ക് കൂലി കൂട്ടി തരണം, 500 രൂപ കൂലിയാക്കണം. ആഴക്കടൽ ഡ്രഡ്ജിങ് അത് പൂർണ്ണമായിട്ടും മത്സ്യത്തൊഴിലാളികളെ അവരുടെ ജീവിത മാർഗത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിനെതിരായിട്ട് തീരദേശ മേഖലയിൽ CPIM-ന്റെയും മത്സ്യത്തൊഴിലാളി യൂണിയൻ CIT-ന്റെ ഒക്കെ വളരെ സമ്മർദ്ദപരമായിട്ടുള്ള സമരവും പിന്നെ പ്രതിഷേധവും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം വരുന്നത്. ആ സമ്മേളനം വലിയ വിജയമാക്കുന്നതിന് വേണ്ടി മത്സ്യത്തൊഴിലാളി മേഖലയാകെ നല്ല പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്തെത്തുമ്പോൾ പരമ്പരാഗത തൊഴിലിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം സജീവ ചർച്ചയാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ തൊഴിലാളിയും. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.